അസഹിഷ്ണുതയാണ് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് ചരിത്രകാരൻ MGS നാരായണൻ. ജമാഅത്തെ ഇസ്ലാമി കോഴിക്കോട് സംഘടിപ്പിച്ച സാഹോദര്യ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം ദളിത് വേട്ട, വർഗീയ ഭീകരതയ്ക്കെതിരെ സാഹോദര്യ സംഗമം എന്ന പരിപാടി സംഘപരിവാർ ഭീകരതയ്ക്കെതിരെയുള്ള ഐക്യ സമ്മേളനമായി മാറി. ജനപ്രതിനിധികൾ, എഴുത്തുകാർ, മതനേതാക്കളടക്കം നിരവധി പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. പട്ടിണി, ദാരിദ്ര്യം എന്നിവയെക്കാളും വർഗീയതയും അസഹിഷ്ണുതയുമാണ് രാജ്യം നേരിടുന്ന വെല്ലുവിളിയെന്ന് MGS നാരായണൻ പറഞ്ഞു. ചില വിഭാഗങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ, അവർ ന്യൂനപക്ഷമാണ്. ദളിതുകൾ എന്ന് പറയുന്ന അവശ്യ വിഭാഗങ്ങൾ, അവരും അസംഘടിതരാണ്. ആ തരക്കാരെ ഒക്കെ എന്തെങ്കിലും കാരണം പറഞ്ഞ് മാറ്റി നിർത്തി അക്രമങ്ങൾ, അവരുടെ പേരിൽ അക്രമങ്ങൾ നടപ്പാക്കാൻ ഉള്ള ശ്രമം ഒളിഞ്ഞും തെളിഞ്ഞും നമ്മുടെ നാട്ടിൽ കുറച്ചു കാലമായി വളർന്നു വരികയാണ്. വർഗീയ കലാപം അഴിച്ചുവിടാനാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ശ്രമമെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ MI അബ്ദുൽ അസീസ് കുറ്റപ്പെടുത്തി. സംഘപരിവാർ സംഘടിപ്പിക്കുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങൾ വളരെ ആസൂത്രിതമായി രാജ്യത്തെ വർഗീയ ധ്രുവീകരണത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യാവകാശ പ്രവർത്തക ടീസ്റ്റ സെറ്റിൽവാദ് വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. ആൾക്കൂട്ട കൊലപാതകങ്ങൾ തടയുന്നതിന് നിയമനിർമ്മാണം കൊണ്ടുവരണമെന്ന് ടീസ്റ്റ ആവശ്യപ്പെട്ടു. മീഡിയ 1 കോഴിക്കോട്.